ഗുഡ് ഈവനിങ് എവരിവൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 4 ആണ്. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ. ബ്ലോക്ക് 4ൽ ബേസിക്കലി 3 യൂണിറ്റാണ് വരുന്നത്. യൂണിറ്റ് 13, 14 ആൻഡ് 15. അപ്പോൾ പവർ പോയിൻറ്റ് മൾട്ടിമീഡിയനെ കുറിച്ചുള്ളൊരു ചാപ്റ്ററുകളാണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് 13 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് പറയുകയാണെങ്കിൽ യൂണിറ്റ് 13ൽ വരുന്നത് നമ്മുടെ പവർ പോയിൻ്റ് ആയിട്ട് ബേസിക് പവർ പോയിൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മൾട്ടിമീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ എലമെൻറ്റ്സാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 13ൽ പറയുന്നത്. യൂണിറ്റ് 14 ആണെങ്കിൽ മൾട്ടിമീഡിയയുടെ അല്ലെങ്കിൽ വീഡിയോ മേക്കിങ്ങിൻ്റെ യൂട്യൂബ് ബിസിനസ്സിനെ കുറിച്ചൊക്കെയുള്ള ഒക്കെ അതിൻ്റെ യൂസേജും അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. യൂണിറ്റ് 15 ആണെങ്കിൽ അതായത് പവർ പോയിൻറ്റിലെ അതായത് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ റിസർച്ച് പ്രപ്പോസൽ എന്നൊക്കെ പറയാം, അതായത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 15ൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് യൂണിറ്റ് 13 നോക്കാം. വർക്കിംഗ് വിത്ത് പവർ പോയിൻ്റ് ആണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി നമുക്ക് പ്രസൻറ്റേഷനിൽ ന്യൂ സ്ലൈഡ്സ് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ ഡിഫറെൻറ്റ് സ്ലൈഡ്സ് വ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ഗ്രാഫ്സും ഡയഗ്രാംസ് പിക്ചേഴ്സ് വീഡിയോ ഓഡിയോ സൗണ്ടുകൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അതുപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതും എങ്ങനെ നമ്മളെ പ്രസൻറ്റേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ നമ്മുടെ പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് ഡിസ്കിലേക്കോ നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെ കോപ്പി ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു പവർ പോയിൻ്റ്, അതായത് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന പോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് എന്നൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് പവർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് സ്ലൈഡുകൾ, അതായത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പല പല കാര്യങ്ങൾ ഓരോ സ്ലൈഡാക്കിയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പവർ പോയിൻ്റ് വെച്ചിട്ട് ഇതിനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അതായത് എഡ്യൂക്കേഷണൽ പ്രസൻറ്റേഷൻ ആവാം, ബിസിനസ് പ്രസൻറ്റേഷൻ ആവാം, സോഷ്യൽ അവയർനെസ് പ്രസൻറ്റേഷൻ ആവാം. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും നമുക്ക് പവർ പോയിൻ്റ് വെച്ചിട്ട് പറ്റും. അപ്പോൾ ഈ പവർ പോയിൻ്റിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പവർ പോയിൻറ്റിൽ ഈ പ്രസൻറ്റേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതായത് ഇമേജസ് വീഡിയോ ഓഡിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മളതിനെ മൾട്ടിമീഡിയ എലമെൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് പവർ പോയിൻറ്റ് ബേസിക്സ് ഇൻസേർട്ടിങ് എ ന്യൂ സ്ലൈഡ്. അതായത് ഒരു ന്യൂ സ്ലൈഡ് എങ്ങനെയാണ് ഒരു പവർ പോയിൻറ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് നോക്കാം. അപ്പോൾ നമ്മളൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ന്യൂ സ്ലൈഡുകൾ, അതായത് 1-2 സ്ലൈഡുകൾ നമുക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലൈഡും കൂടെ നമുക്ക് ഉണ്ടാക്കണം. അതായത് 2 സ്ലൈഡിൻ്റെ ഇടയിൽ വേറൊരു സ്ലൈഡും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇടയിൽ ആഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൾട്ടിമീഡിയ കമ്പോണൻറ്റോ നമുക്ക് ആഡ് ചെയ്യണം എന്ന് നമുക്ക് തോന്നും അല്ലേ. നമ്മൾ എന്താ പറയുക, നമ്മൾ ചില ടൈമിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് നമ്മളിപ്പോൾ കൊടുത്ത കാര്യം ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, നമുക്ക് വേറെ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു ആ ഒരു പ്ലേസിലായിരുന്നു വരേണ്ടത്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പ്രസൻറ്റേഷനിൽ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പവർ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ ടു എ പ്രസൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, യൂസിങ് ദി ന്യൂ സ്ലൈഡ് ടാബ് ഓഫ് ഹോം മെനു ടു ഇൻസേർട്ട്
സ്ലൈഡ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ളതാണ് നമ്മൾ പറഞ്ഞു പവർ പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ പവർ പോയിൻ്റ് ഓൺ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹോം മെനുവിൽ ന്യൂ സ്ലൈഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. യൂസിങ് ഷോർട്ട് കട്ട് കീ നമുക്ക് Ctrl+M എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് 2 സ്ലൈഡുകൾ ഏത് സ്ലൈഡിൻ്റെ ഇൻ ബിറ്റ്വീനാണ് നമുക്ക് ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ലൈഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻസേർട്ട് സ്ലൈഡ് ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഫിഗർ 13.1 കൊടുത്തിട്ടുള്ളത്. എന്താണ്, പ്രസൻറ്റേഷൻ്റെ വിൻഡോ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ലൈഡ് 1ഉം 2ഉം കൊടുത്ത് 3 നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ന്യൂ സ്ലൈഡ് എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ 13.1 പിക്ചർ എന്താണ്, ഇഫ് യു വാണ്ട് ടു ഇൻസേർട്ട് എ സ്ലൈഡ് ബിറ്റ്വീൻ സ്ലൈഡ് 2 ആൻഡ് സ്ലൈഡ് 3, സ്ലൈഡ് 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ നമുക്ക് വേറൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ലൈഡ് 2ൻ്റെയും 3ൻ്റെയും ഇടയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലൈഡും കൂടെ പുതുതായിട്ടൊരു സ്ലൈഡും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വരുന്നത് സ്ലൈഡ് വ്യൂസ് ആണ്. സ്ലൈഡ് വ്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ നമുക്ക് താഴെ പറയുന്ന തരത്തിലുള്ള വ്യൂസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഓരോ വ്യൂവും എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിലാണ്. അതായത് ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അതായത് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പം, മോഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പം, സ്ലൈഡ് പ്രസൻറ്റേഷന് അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈഡിൻ്റെ വ്യൂ എങ്ങനെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഫീച്ചർ വരുന്നത് നോർമൽ വ്യൂ ആണ്. സെക്കൻഡ് വരുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ. തേർഡ് വരുന്നത് നോട്ട്സ് പേജ് വ്യൂ. ഫോർത്ത് വരുന്നത് സ്ലൈഡ് ഷോ വ്യൂ. നെക്സ്റ്റ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ വ്യൂ. അപ്പോൾ അത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കെന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം. ഓരോ വ്യൂസിനും ഇടയിൽ നമുക്ക് വ്യൂസ് ഐക്കൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വ്യൂസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നോർമൽ വ്യൂ ആണ് ഫസ്റ്റ് വൺ വരുന്നത്. നോർമൽ വ്യൂ എന്താണ്, മെയിൻ എഡിറ്റിംഗ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വ്യൂ ആണ്. നമ്മുടെ ഡിസൈനിൽ പിന്നെ പ്രസൻറ്റേഷൻ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെയിൻ എഡിറ്റിംഗ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ തമ്പനെയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ തമ്പനെയിലായിട്ട് നമുക്ക് പിന്നെ സ്ലൈഡുകളെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ കറണ്ട് സ്ലൈഡിൽ ഒരു ലാർജ് വിൻഡോയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിച്ച് യു ഡു ടു കണ്ടൻറ് ഇൻസേർഷൻ, ഓർ അവിടെയാണ് നമ്മൾ എന്തെങ്കിലും കണ്ടൻറ് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ലൈഡ്സ് ആഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റത്തെ വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. അതായത് ഈ ഒരു വ്യൂവിൽ നമ്മുടെ സ്ലൈഡുകളൊക്കെ ഹൊറിസോണ്ടൽ സീക്വൻസ് ആയിട്ട് നിങ്ങൾക്ക് പിക്ചറിൽ 13.5 ഫിഗറിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ സ്ലൈഡുകളൊക്കെ എന്താണ് ഹൊറിസോണ്ടൽ സീക്വൻസ്ഡ് സ്ലൈഡുകളായിട്ട് നമുക്കിങ്ങനെ പ്രസൻറ്റേഷൻ കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യും, വ്യൂ ഹെൽപ്സ് ഇൻ സെലക്ടിങ് യുവർ സ്ലൈഡ്സ് ആൻഡ് റീ അഡ്ജസ്റ്റിംഗ് ദിയർ പൊസിഷൻ ഇൻ യുവർ പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ലൈഡിൻ്റെ പൊസിഷൻ റീ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സ്ലൈഡിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ന്യൂ ലൊക്കേഷൻ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റേഷനിൽ നമുക്ക് ആ ഒരു സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അതുപോലെ ഈ സ്ലൈഡ് സോർട്ട് വ്യൂവിൻ്റെ ഇതെന്താ വെച്ചാൽ നമുക്കതിൽ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സ്ലൈഡുകളായിട്ടല്ലേ ഉള്ളത്. അതിനകത്ത് നമുക്ക് എഡിറ്റിംഗ് പറ്റൂല കേട്ടോ. അപ്പോൾ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഈ ഒരു സ്ലൈഡ് സോർട്ട് വ്യൂവിൽ പറ്റൂല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നോട്ട്സ് പേജ് വ്യൂ ആണ്. നോട്ട്സ് പേജ് വ്യൂവിൽ എന്താ പറയുക, നമ്മുടെ സ്ലൈഡ് വിൻഡോൻ്റെ താഴെയായിട്ട് നമുക്ക് നോട്ട്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ആ സ്ലൈഡിനെ കുറിച്ചുള്ള ചെറിയൊരു നോട്ട്സ്, എന്തെങ്കിലും ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ എന്താ പറയുക സ്പെസിഫിക് സ്ലൈഡിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ നോട്ട്സ് റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. ഓൾസോ യു ക്യാൻ ഗിവ് നോട്ട്സ് ടു ദി ഓഡിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട്സ് കൊടുക്കുകയും ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് നോട്ട്സ് വൈൽ യു ആർ മേക്കിംഗ് പ്രസൻറ്റേഷൻ ഓഫ് യുവർ സ്ലൈഡ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ്. ഇത് നമ്മുടെ സ്ലൈഡ് മാസ്റ്റർ വ്യൂവിൽ നമ്മുടെ സ്ലൈഡ്, ഹാൻഡ് ഔട്ട്, നോട്ട്സ് വ്യൂ ഒക്കെ വരുന്നൊരു വ്യൂ ആണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അഡ്വാൻറ്റേജ് ഓഫ് വർക്കിംഗ് ഇൻ എ മാസ്റ്റർ വ്യൂ ഈസ് ദാറ്റ് യു ക്യാൻ മേക്ക് യൂണിവേഴ്സൽ സ്റ്റൈൽ ചേഞ്ചസ് ടു എവറി സ്ലൈഡ്. അതായത് മാസ്റ്റർ വ്യൂവിലാണെങ്കിൽ നമ്മളൊരു എല്ലാ സ്ലൈഡിനും നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു കോമൺ ആയിട്ടുള്ള ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ മാസ്റ്റർ വ്യൂവിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരു സ്ലൈഡിന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ലൈഡുകൾക്കും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ചേഞ്ച് വരുന്നതാണ്. യൂണിവേഴ്സൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ നോട്ട്സ് പേജ് ഓർ ഹാൻഡ് ഔട്ട് അസോസിയേറ്റഡ് വിത്ത് യുവർ പ്രസൻറ്റേഷൻ. വെൻ യു വാണ്ട് ഓൾ യുവർ സ്ലൈഡ്സ് ടു കണ്ടെയ്ൻ ദി സെയിം ഫോൺസ് ആൻഡ് ഇമേജസ്. അതായത് എല്ലാ സ്ലൈഡുകളിലും സെയിം ഫോണ്ടും ഇമേജും ആണ് വേണ്ടതെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്ലൈഡ് മാസ്റ്റർ വ്യൂവിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാ സ്ലൈഡുകളിലും ഈ ഒരു ചേഞ്ച് വരുന്നതാണ്. അതുപോലെ നമുക്ക് സ്ലൈഡുകളുടെ ലേഔട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ, മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മാസ്റ്റർ വ്യൂവിൽ തന്നെയാണ് പോകേണ്ടത്. നമുക്ക് സ്ലൈഡ് ലേഔട്ടിൻ്റെ സെവറൽ തീംസ് നമുക്കവിടെ അവൈലബിൾ ആണ്. സം ലേഔട്ട്സ് ആർ ബെറ്റർ ഫോർ ടെക്സ്റ്റ് ആൻഡ് സം ആർ ബെറ്റർ ഫോർ ഗ്രാഫിക്സ്. ഓക്കെ. അതുപോലെ ഒരുപാട് ലേഔട്ട്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബെറ്ററായിട്ട് ഏതാണോ തോന്നുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് കണ്ടൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ ആണ്. സ്ലൈഡ് മാസ്റ്റർ വ്യൂ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ ആണ്. അതായത് നമ്മുടെ പ്രസൻറ്റേഷൻ അഥവാ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രിൻറ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വ്യൂ ആണ് ഹാൻഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. ഹാൻഡ് മാസ്റ്റർ വ്യൂ പ്രൊവൈഡ്സ് ഓപ്ഷൻസ് ടു സെറ്റിംഗ് ദി ഫോളോയിങ്. അതായത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പേജ് സെറ്റപ്പ്, ഹാൻഡ് ഔട്ട് ഓറിയൻറ്റേഷൻ, സ്ലൈഡ് ഓറിയൻറ്റേഷൻ, സ്ലൈഡ് പെർ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പ്രിൻ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സ്ലൈഡ് ഷോ വ്യൂ ആണ്. സ്ലൈഡ് ഷോ വ്യൂവിൽ എന്താ പറയുന്നത്, നമുക്കെന്താണ്, ദിസ് വ്യൂ ഈസ് യൂസ്ഡ് ടു ഷോ പ്രസൻറ്റേഷൻ ടു ദി ഓഡിയൻസ്. അതായത് നമ്മുടെ ഓഡിയൻസിന് സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കിങ്ങനെ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സ്ലൈഡുകളും ഇങ്ങനെ സ്ലൈഡ് ഷോ വ്യൂവിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സ്ലൈഡും ഇങ്ങനെ എത്ര സെക്കൻഡ് ഒന്നനുസരിച്ച് മാറി മാറി വന്നിട്ട് ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്തോളും. ദിസ് വ്യൂ ഡിസ്പ്ലേസ് വൺ സ്ലൈഡ് അറ്റ് എ ടൈം ഇൻ ഫുൾ സ്ക്രീൻ മോഡ്. യു ക്യാൻ സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ യൂസിങ് F5 കീ. നമുക്ക് ഈ ഒരു സ്ലൈഡ് ഷോ വ്യൂവിൻ്റെ ഐക്കൺ വെച്ചിട്ടും ആ വ്യൂവിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കീബോർഡിലെ ഫങ്ഷൻ ബട്ടണായിട്ടുള്ള F5 കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ടിങ് എ ഗ്രാഫ് ആൻഡ് ഡയഗ്രാംസ്. ഒരു പ്രസൻറ്റേഷനകത്തോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഡയഗ്രാംസോ ഒക്കെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് എന്താണ്, നമ്മുടെ പ്രസൻറ്റേഷനകത്ത് എഫക്റ്റീവ് ആവണമെങ്കിൽ ഗ്രാഫും ഡയഗ്രാംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ
എന്തെങ്കിലും ഒരു കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചോ പിന്നെ ഒരു എന്താ പറയുക 5 ഇയേഴ്സായിട്ട് ആ ഒരു കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റിൻ്റെ ലെവൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഓരോ വർഷവും നമുക്ക് വന്ന് ചേഞ്ചസ് നമുക്ക് ഗ്രാഫായിട്ടോ ഡയഗ്രാംസ് ആയിട്ടോ ഒക്കെ കാണിക്കേണ്ടി വരും. അപ്പം നമുക്ക് നമ്മുടെ സ്ലൈഡിനകത്തേക്ക് എന്തൊക്കെ ഗ്രാഫും ഡയഗ്രാംസൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇൻസേർഷൻ ഓഫ് ഗ്രാഫ് ഓർ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫും ചാർട്ടൊക്കെ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഫോളോയിങ് സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാം വേണ്ടത് ആ ഒരു സ്ലൈഡ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ഓർ പ്രസ് ഓൺ ചാർട്ട് ഐക്കൺ, അതായത് നമ്മുടെ ചാർട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് താഴെ കാണുന്ന പോലെ, അതായത് ഫിഗർ 13.11 കാണുന്ന പോലെയുള്ളൊരു വിൻഡോ ആണ് വരിക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചാർട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലിഷ്ടമുള്ള ചാർട്ട് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് ചാർട്ട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. കോളം, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട് പോലുള്ള XY സ്കാറ്റർ ചാർട്ട്, ഒരുപാട് ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലൈൻ ചാർട്ട് ടൈപ്പാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആഫ്റ്റർ സെലക്ടിങ് ദിസ് വൺ വിൻഡോ വിത്ത് ഡിഫോൾട്ട് ഡാറ്റ വിൽ അപ്പിയർ. നമ്മൾ ലൈൻ ചാർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫോൾട്ട് ഡാറ്റ അവിടെ അപ്പിയർ ആവും. ഇറ്റ്സ് സിമിലർ ടു മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റ്. നമ്മുടെ എക്സൽ ഷീറ്റ് സ്പ്രെഡ് ഷീറ്റ് പോലെ സിമിലർ ആയിരിക്കും നമ്മുടെ ഡിഫോൾട്ട് ഡാറ്റ വിൻഡോ എന്ന് പറയുന്നത്. ആ ഷീറ്റിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ഡാറ്റാസൊക്കെ ഇൻഫർമേഷനൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫിഗർ 13.12 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഫർമേഷൻ ഈസ് എഡിറ്റഡ്, കോളം റെപ്രസെൻറ്റ് ഇയേഴ്സ് ആൻഡ് റോ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. ഇതിലുള്ള കോളംസൊക്കെ ഡിഫറെൻറ്റ് ഇയേഴ്സും അതുപോലെ റോസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുമാണ്. യു നീഡ് ടു സേവ് ദിസ് ഡാറ്റ ഷോൺ ഇൻ ദി ഫിഗർ 13.2 ഫോർ ഫ്യൂച്ചർ യൂസ്. ഇഫ് യു നീഡ് ടു അപ്ഡേറ്റ് ദി ചാർട്ട് ഇൻ ഫ്യൂച്ചർ ദിസ് ഫയൽ വിൽ ബി റിക്വയർഡ്. ആൾസോ ദിസ് ഡാറ്റ വിൽ ബി റിക്വയർഡ് ഇഫ് യു നീഡ് ടു ചേഞ്ച് ദി ചാർട്ട് ടൈപ്പ്. അതായത് ഇങ്ങനൊരു ഡാറ്റ ഫോർമാറ്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അഥവാ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചാർട്ടിൽ വരുത്തണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ, അതായത് ഈ ഒരു ഡാറ്റ ഷീറ്റിൽ നമുക്ക് ചേഞ്ച് വരുത്തിയാൽ നമുക്കെന്താണ് നമ്മുടെ ചാർട്ടിലും ചേഞ്ച് വരും. ഇനി നമ്മൾ ഈ ഒരു ഓക്കെ, അപ്പോൾ അത്രയാണ് ലൈൻ ചാർട്ടിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ആസ് യുവർ മേക്ക് ചേഞ്ചസ് in your sheet as shown figure 12.30 you will observe changes in chart in your presentation slide. നമ്മൾ അവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ 13.30 പറഞ്ഞ പോലുള്ള ചേഞ്ചസ് നമ്മളെ ചാർട്ടിലും വരും. ഓക്കെ, ഇനി നമ്മുടെ പ്രസൻറ്റേഷനകത്ത് നമ്മൾ ഒരു വട്ടം നമ്മൾ ഇപ്പോൾ ഗ്രാഫോ ചാർട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ടിന് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാനും പറ്റും. വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മളെ ചാർട്ട് ടൈപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മൗസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ്, അതായത് നമുക്ക് ആ ചാർട്ട് ടൈപ്പ് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു ചാർട്ട് ടൈപ്പ് മതി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചാർട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു ചാർട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാർ ചാർട്ട് ചെയ്തു, പക്ഷേ നമുക്കത് വേണ്ട, നമുക്ക് എന്ത് ചെയ്ത് മതി, ലൈൻ ചാർട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാർ ചാർട്ടിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫിഗർ 13.15 പറയുന്ന പോലെ മൗസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചാർട്ടിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആയിട്ടുള്ള ചാർട്ടുകൾ അവിടെ വരും. ബാർ ചാർട്ട് സെലക്ട് ചെയ്യുക, നമ്മുടെ ചാർട്ട് ബാർ ചാർട്ടിലോട്ട് മാറിക്കോളും. ഓക്കെ, ഇനി നമ്മൾ ചാർട്ടിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മളൊരു ഡയഗ്രാമാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം,
ഇൻസേർട്ട് മെനു യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയഗ്രാം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേരിയസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു ഡയഗ്രത്തിൻ്റെ കാര്യത്തിൽ. പിക്ചേഴ്സ്, ക്ലിപ്പ് ആർട്ട്, ഫോട്ടോ ആൽബം, സ്മാർട്ട് ആർട്ട്, ഷേപ്പ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മളെ പ്രസൻറ്റേഷനകത്തേക്ക് സ്ലൈഡിനകത്തേക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ഡയഗ്രാംസ് ആഡ് ചെയ്യാവുന്ന ഷേപ്പ്, അതായത് ഷേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിപ്പ് ആർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പിക്ചേഴ്സ് വെച്ചിട്ടോ ഫോട്ടോ ആൽബം വെച്ചിട്ടോ ഒക്കെ നമ്മുടെ സ്ലൈഡിനകത്തോട്ട് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന എക്സാമ്പിൾസാണ് ഫിഗർ 13.18-ലും 19-ലും 13.20-ലൊക്കെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ടിങ് പിക്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ ഡയഗ്രാം ആഡ് ചെയ്തു. ഇനി പിക്ചർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്താണ് നമ്മളെ ടോപ്പിക്കിന് റെലവൻ്റ് ആയിട്ടുള്ള പിക്ചർ, നമ്മളെ ടോപ്പിക്ക് എന്തിനെക്കുറിച്ചുള്ള ടോപ്പിക്കാണോ ആ ടോപ്പിക്കിന് റെലവൻ്റ് ആയിട്ടുള്ള പിക്ചർ നമ്മളെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മളെ സ്ലൈഡിലോട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് മെനുവിലെ സെലക്ട് പിക്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പിക്ചർ സേവ് ചെയ്ത് വെച്ചത് അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മളെ സ്ലൈഡിലോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. It will take you to picture folder and from there you may select the picture to be inserted in your presentation. അതായത് ഫിഗർ 13.21 കാണുന്ന പോലെ നമ്മുടെ പിക്ചർ എവിടെയാണോ സേവ് ചെയ്തത് നമ്മളെ PC-ക്ക് അകത്തുള്ള എല്ലാ ഫോൾഡറും നമുക്ക് കാണിച്ചു തരും. അതിൽ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് നമ്മളെ പിക്ചർ നമ്മളെ സ്ലൈഡിലോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിക്ചർ നമ്മളെ ഇഷ്ടാനുസരണം ഷേപ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യാവുന്നതുമാണ് പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ. അങ്ങനെ പല വിധത്തിൽ നമുക്ക്, അല്ലെങ്കിൽ പെയിൻറ്റ് ടൂൾ വെച്ചിട്ട് അതിനെ പെയിൻറ്റ് ചെയ്യാം. പല വിധത്തിൽ നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് രണ്ടും കൂടാതെ നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻ്റർനെറ്റ് വെബിൽ നിന്ന് അല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ നിന്ന് CD എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ് കോപ്പി ചെയ്തിട്ട് നമ്മളെ സ്ലൈഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ആൻ അനദർ വേ ഫോർ ഇൻസേർട്ടിങ് പിക്ചർ ഇൻ അവർ സ്ലൈഡ്. ഓക്കെ, ഇനി sometimes it is better to insert a text box in slide and then copy the picture inside this text box. ചില ടൈമിൽ നമ്മുടെ സ്ലൈഡിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് പിക്ചർ ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. Also note that you should use only those pictures which are copyright free or permitted to use by giving acknowledgement to the source or owner. അതായത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒന്നും എടുക്കരുത്. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള പിക്ചേഴ്സ്, ഓണറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ ഉള്ള പിക്ചേഴ്സ് മാത്രം നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുമ്പം അങ്ങനത്തെ പിക്ചേഴ്സ് മാത്രം നമ്മളെ സ്ലൈഡിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡിനകത്തോട്ട് സൗണ്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ടുള്ള സൗണ്ട് ആവശ്യമാണ്. സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് മീഡിയം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് സൗണ്ട് നമ്മളെ പ്രസൻറ്റേഷനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻസേർട്ട് മെനുവിൽ സൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എവിടെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ട് ഉള്ളത് അതും നമുക്ക് ആഡ് ചെയ്യാം. സൗണ്ട് ക്യാൻ ബി ഇൻസേർട്ടഡ് യൂസിങ് എ സൗണ്ട് ഫയൽ ഓർ യൂസിങ് ക്ലിപ്പ് ഓർഗനൈസർ ഓർ സൗണ്ട് ഫയൽ സ്റ്റോർഡ് ഇൻ CD may be selected or you record your own a sound for some explanations. നമ്മളായിട്ടുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ CD-യിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ഫയൽസ് ആഡ് ചെയ്യാം. വെൻ യു വിൽ ഇൻസേർട്ട് എ സൗണ്ട് ഫയൽ ഇറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ആൻഡ് എ സൗണ്ട് ഐക്കൺ വിൽ ഓൺ യുവർ സ്ലൈഡ്. അപ്പോൾ നമ്മൾ സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൗണ്ട് ഐക്കൺ അവിടെ നമ്മുടെ സ്ലൈഡിനകത്ത് അപ്പിയർ ആവും. ഓക്കെ,
നമ്മുടെ സൗണ്ട് ഫയൽ നമ്മൾ സ്ലൈഡിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം 2 ഓപ്ഷനാണ് നമ്മളോട് ചോദിക്കുക. ഓട്ടോമാറ്റിക്കലി വെൻ സൗണ്ട് ഐക്കൺ ഇസ് ക്ലിക്ക്ഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പം സൗണ്ട് വരണോ, അല്ലെങ്കിൽ നമ്മൾ ആ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം സൗണ്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ സൗണ്ട് വന്നാൽ മതിയോ എന്നുള്ള ഓപ്ഷൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ അവറോൺ സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടും നമ്മുടെ സ്ലൈഡിനകത്തോട്ട് അത് നമ്മൾ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ട് മെനുവിലെ സൗണ്ട് ഓപ്ഷനിൽ റെക്കോർഡ് സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ അകത്തോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇൻസേർട്ടിങ് വീഡിയോ ആണ്. വീഡിയോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, വീഡിയോ എന്ന് പറയുന്നതും നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവർഫുൾ മീഡിയ ആണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളും പ്രോസസ്സസും ആക്ടിവിറ്റീസും ഈ വീഡിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും പ്രോസസ്സിങ്ങും ഒക്കെ വീഡിയോസ് ആക്കിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഫീച്ചറും നമ്മുടെ പവർ പോയിൻറ്റിൽ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ പ്രസൻറ്റേഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടും നമ്മുടെ പ്രസൻറ്റേഷനകത്തേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പവർ പോയിൻറ്റിൽ നമുക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടും ഇമേജും ഒക്കെ കൊടുത്ത പോലെ തന്നെയാണ് ഇൻസേർട്ട് മെനുവിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ദി മൂവി ഓപ്ഷൻ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് വീഡിയോ ഫയൽ ടു ബി ഇൻസേർട്ടഡ്. ഓക്കെ. ഇനി നമ്മൾ സൗണ്ടും എല്ലാ കാര്യങ്ങളും ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സേവിങ് PPT ഫയൽ ഇൻ എക്സ്റ്റേണൽ മെമ്മറി ഓർ ക്ലൗഡ്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ PPT ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റേഷൻ ഫയൽ എക്സ്റ്റേണൽ മെമ്മറിയിലോ അല്ലെങ്കിൽ ക്ലൗഡിലോ സ്റ്റോർ ചെയ്യണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഇമേജസും പിക്ചേഴ്സും ടെക്സ്റ്റും കാര്യങ്ങളും പിന്നെ ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ പ്രസൻറ്റേഷൻ റെഡിയാക്കി, ഒരു വട്ടം നമ്മളെ പ്രസൻറ്റേഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ എന്താ പറയുക, PC കൊണ്ടുപോയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, അതൊരു എന്താ പറയുക, ക്ലൗഡിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മെമ്മറി ആയിട്ടുള്ള CD-യിലോ പെൻ ഡ്രൈവിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കാം അല്ലേ. എന്നിട്ട് അത് കൊണ്ടുപോയി നമുക്ക് എവിടെ പോയിട്ടാണെങ്കിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു പെൻ ഡ്രൈവിലേക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫയൽ മെനുവിലെ സേവ് ആസ് ഓപ്ഷനിൽ സെലക്ട് പെൻ ഡ്രൈവ് ടു സേവ് ദി ഫയൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് നമ്മുടെ PPT പ്രസൻറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഫയൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഓൺ യുവർ ഡെസ്ക്ടോപ്പ് ആൻഡ് യു വാണ്ട് ടു കോപ്പി ഇൻ യുവർ ഓൾറെഡി സേവ് ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ സേവ് ചെയ്തത് നമ്മുടെ പെൻ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്താൽ മതി. യു ക്യാൻ സേവ് ദാറ്റ് ഫയൽ ഇൻ യുവർ പെൻ ഡ്രൈവ് ബൈ സെലക്ട് ദി ഫയൽ യൂസിങ് മൗസ്. നമ്മുടെ മൗസ് വെച്ചിട്ട് പെൻ ഡ്രൈവിലോട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെലക്ട് ദി ഫയൽ യൂസിങ് മൗസ്, റൈറ്റ് ക്ലിക്ക് ദി മൗസ് ബട്ടൺ ആൻഡ് സെലക്ട് സെൻഡ് ടു ഓപ്ഷൻ ആൻഡ് സെലക്ട് പെൻ ഡ്രൈവ്. അതായത് നമ്മുടെ ഫയൽ ആരെയാണോ നമുക്ക് പെൻ ഡ്രൈവിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PPT ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് പെൻ ഡ്രൈവിലോട്ട് സേവ് ചെയ്യേണ്ട PPT ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിക്ചറിൽ. അപ്പോൾ സെൻഡ് ടു ഓപ്ഷൻ എടുത്തിട്ട് നമ്മളെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെൻ ഡ്രൈവിലോട്ട് നമ്മുടെ ഫയൽ കോപ്പിയാവും. ഓക്കെ. അടുത്തത് സേവിങ് PPT ഫയൽസ് ഇൻ ക്ലൗഡിൽ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്താണ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറേജ് ഏരിയ ആണ്. അതായത് നമ്മൾ
ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവർ നമുക്ക് തരുന്നൊരു സർവീസാണ് നമ്മുടെ ഫയലുകളും അതുപോലെ നമ്മുടെ ഇമെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും എന്താണ് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് ഇന്നത്തെ കാലത്ത് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ ചാർജ് കൊടുത്തിട്ടൊക്കെ നമുക്ക് ക്ലൗഡിൽ നിന്ന് കുറച്ച് സ്പേസ് വാങ്ങിയിട്ട് നമ്മളെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ക്ലൗഡിലാണ് PPT ഫയൽ സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഷെയർ എ PowerPoint 2019 പ്രസൻറ്റേഷൻ ഇൻ ദി ഓൺ ഡ്രൈവ്. അതായത് നമ്മുടെ PowerPoint 2019 പ്രസൻറ്റേഷൻ നമ്മൾ ഓൺ ഡ്രൈവിലോട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയൽസ് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനും വേണ്ടി പറ്റും എന്നുള്ളതാണ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓൺ ഡ്രൈവ് സൈൻ ഇൻ ടു ഓഫീസ് എന്ന സൈൻ ഇൻ ചെയ്യുക. വിത്ത് എ ഡോക്യുമെൻറ്റ് ഓപ്പൺ ഇൻ ഓഫീസ് പ്രോഗ്രാമിൽ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അതിൽ ക്ലിക്ക് ഫയൽ സേവ് ആസ് ഓൺ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു സൈൻ ഇൻ ഡു ദാറ്റ് ടുഡേ ബൈ ക്ലിക്കിംഗ് സൈൻ ഇൻ. ആദ്യം സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. ഓക്കെ, ചൂസ് ഫയൽ, നമ്മൾ choose file save as. The save as page appears which offers several locations to which presentation can be saved as shown. ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ഫയലിൽ സേവ് ആസ് പേജ് അപ്പിയർ ആവും. അത് അവിടെ നമ്മുടെ ഒരുപാട് ഓഫീസ് ലൊക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിക്ക് ദി ഓൺ ഡ്രൈവ് ലൊക്കേഷൻ വെർ യു വാണ്ട് ടു സ്റ്റോർ യുവർ പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓൺ ഡ്രൈവ് ലൊക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നാവിഗേറ്റ് ടു അനദർ ഓൺ ഡ്രൈവ് ഫോൾഡർ ഓർ ക്രിയേറ്റ് എ ന്യൂ ഓൺ ഡ്രൈവ് ഫോൾഡർ. അതായത് ഏതെങ്കിലും ഒരു ന്യൂ ഓൺ ഡ്രൈവ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ചേഞ്ച് ചെയ്ത് ഫയൽ നെയിം ആൻഡ് ക്ലിക്ക് സേവ്. നമ്മൾ ഫയൽ നെയിം ചേഞ്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഓൺ ഡ്രൈവിൽ സേവായി. ഇനി നമുക്ക് PowerPoint നമ്മൾ വേർഡിൽ MS ഓഫീസിൽ PowerPointൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡ് നമുക്ക് ഗൂഗിൾ സ്ലൈഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. സെലക്ട് ന്യൂ ഇൻ ദി അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ഓഫ് ദി സ്ക്രീനിലെ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നമുക്കൊരു ന്യൂ ബട്ടൺ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ദി ഡിസൈഡ് PowerPoint പ്രസൻറ്റേഷൻ. ആഫ്റ്റർ അപ്ലോഡിങ് റൈറ്റ് ക്ലിക്ക് ദി സെലക്ട് ഓപ്പൺ വിത്ത് ദെൻ സെലക്ട് ഗൂഗിൾ സ്ലൈഡ്സ്. എന്നിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ സ്ലൈഡ്സ് അടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫയൽ സെലക്ട് ചെയ്യുക. സേവ് ആസ് ഗൂഗിൾ സ്ലൈഡ്സ് ഓടിച്ച് ഗൂഗിൾ ഡ്രൈവിലോട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഗൂഗിൾ ഡ്രൈവിലോട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ സ്ലൈഡ്സ് ആക്കിയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി സേഫർ ഇൻ ദി ക്ലൗഡ്സ് ആസ് കമ്പയർഡ് ടു യുവർ ഓൺ ഹാർഡ്വെയർ. നമ്മൾ ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്തതിനേക്കാളും സേഫാണ് നമ്മുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ ആഡിങ് ഫയൽസ് ആർ ഈസി ടു ആക്സസ് ആൻഡ് മെയിൻറ്റെയിൻ. നെവർത്തിലെസ് ക്ലൗഡ് സർവീസസ് അൾട്ടിമേറ്റ്ലി പുട്ട് യുവർ ഡാറ്റ ഇൻ ദി ഹാൻഡ്സ് ഓഫ് അതർ പീപ്പിൾ ഇഫ് യു ആർ നോട്ട് predominantly concerned about confidentiality, then no big shout. ഓക്കെ, അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ക്ലൗഡിൽ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ യൂണിറ്റ് 13 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ യൂണിറ്റ് 14 ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.